എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എയറിൽ പോകുന്നത് ഒരു വലിയ ഇഷ്ടമാണല്ലോ. ആ വീഡിയോയിൽ അമ്മുവിനെക്കുറിച്ച്, അതായത് അഹാനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്. ഏതൊരു അമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു കുട്ടി എന്ന ഇമേജ് ആയിരുന്നല്ലോ അഹാന കൃഷ്ണയ്ക്കുണ്ടായിരുന്നത്. ആ ഇമേജ് എന്തായാലും ഇപ്പോൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അതിന് കാരണം നമ്മളൊന്നുമല്ല, അവരുടെ തന്നെ ഓരോ പ്രശ്നങ്ങൾ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിച്ചതാണ്. അഹാന കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. ആ സമയത്ത് പറഞ്ഞു തൻവിയാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇട്ടത് എന്ന്. അതിന് തൻവിക്ക് തൻവിയുടേതായ കാരണം കാണും. പക്ഷെ അതിന് മറുപടിയായിട്ട് അഹാന ഇട്ട ഒരു വീഡിയോ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രശ്നമായത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മിക്ക എല്ലാവരും അഹാനയെയാണ് സപ്പോർട്ട് ചെയ്തത്. സ്വന്തം അമ്മാമ്മ സ്വന്തം പേരക്കുട്ടികളെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആകെ ഞെട്ടിപ്പോയി. കാരണം ആർക്കായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, പല കുടുംബങ്ങളിലും പേരക്കുട്ടികളെ വേർതിരിച്ച് കാണുന്ന അമ്മമ്മമാർ ഉള്ളതുകൊണ്ടും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെയാണ് തൻവിയുടെ രണ്ടാമത്തെ വീഡിയോ വന്നത്. അതായിരുന്നു ഭയങ്കരം സംഭവം. അതോടുകൂടിയാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായത്. എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നമെന്നും ആരുടെ ഭാഗത്താണ് തെറ്റിയെന്നും. ഇപ്പോൾ എന്തായാലും പ്രശ്നങ്ങളെല്ലാം തീർന്നു. പ്രശ്നങ്ങളില്ലാത്ത ഫാമിലി ഇല്ലല്ലോ. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടതാണ് പ്രശ്നമായത്. കഴിവതും കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുക, ആ വകതിരിവാണ് ആദ്യം കാണിക്കേണ്ടത്. പക്ഷേ സിന്ധു കൃഷ്ണ വീണ്ടും ഒരു എക്സ്പ്ലനേഷനുമായി വന്നിട്ടുണ്ട്. അവർ അമ്മയെ നോക്കിയ കാര്യവും അച്ഛനെ നോക്കിയ കാര്യവും അവർക്ക് ചെയ്തു കൊടുത്ത കാര്യവും എല്ലാം വന്നിരുന്ന് പറയുന്നുണ്ട്. അവസാനം ഇതെല്ലാം വന്ന് എത്തുന്നത് പണത്തിലേക്കാണ്. അവർക്കെല്ലാം പണമാണ്. പണം ഉപയോഗിച്ച് ചെയ്ത കാര്യം മാത്രമാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും പണം മാത്രം ചിലവാക്കി എല്ലാം ആകുമോ? സ്നേഹം എന്നൊരു കാര്യം കൂടി ഇല്ലയോ? അഹാനയുടെ വീഡിയോയിലും പണം ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളായിരുന്നു എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത്. അഹാനയുടെ അമ്മാമ്മ ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു, എന്നെ ഒന്ന് ഫോൺ വിളിക്കുക കൂടിയില്ല എന്ന്. വയസ്സായിരിക്കുന്നവർക്ക് പണത്തിനേക്കാൾ ആവശ്യം അവരെ ഒന്ന് വിളിക്കുന്നതും കാണാൻ ചെല്ലുന്നതും അവരെ കെയർ ചെയ്യുന്നതും ഒക്കെയല്ലേ. അഹാന എന്തെല്ലാം ചീത്ത വാക്കുകളാണ് അമ്മാമ്മയെ വിളിച്ചത്. അങ്ങനെ ചീത്ത വിളിച്ചിട്ട് കുറേ പണം കൊടുത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? അവർ ആ വീഡിയോയിൽ മൊത്തം പണം ചിലവാക്കിയ കാര്യം മാത്രമാണ് പറയുന്നത്. അവരെന്നിട്ട് ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതാണ് രസം. അമ്മു ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അഹാനയെ അമ്മു എന്നാണ് വിളിക്കുന്നത്, അമ്മു ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് കുറേ വർഷങ്ങളായിട്ട് ആളുകൾ അത് അനലൈസ് ചെയ്തിട്ട് ഒരു വീട്ടിൽ അഹാനയെ പോലുള്ളൊരു മകൾ വേണമെന്ന് പറയുന്നുണ്ടെന്ന് കേട്ടിട്ട് ചിരിയാണ് വന്നത്. എന്താണാവോ ഈ അഹാന ചെയ്തത്? അമ്മാമ്മയെ ചീത്ത വിളിച്ചതോ? എടി പോടി എന്ന് പറഞ്ഞ് അമ്മാമ്മയെ അഭിസംബോധന ചെയ്തതോ? അത് കണ്ടിട്ടാണ് ആളുകൾ അനലൈസ് ചെയ്ത് ഇതുപോലെ ഒരു അമ്മൂനെ വേണമെന്ന് പറയുന്നത്. അമ്മാമ്മ അവരെ പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു എന്ന് കരുതി അമ്മാമ്മയെ ചീത്ത വിളിക്കുന്ന ഒരു കൊച്ചുമോളെ ആണോ കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയുള്ള അമ്മു ആണോ ഓരോ വീട്ടിലും വേണ്ടത്? ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നത് അവർ തന്നെയാണ്. അടുത്ത ഒരു ചർച്ചയ്ക്ക് വഴിയായിട്ടുണ്ട്. ആ കുടുംബത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏറിൽ പോകട്ടല്ലേ, നമുക്കും കൊണ്ടുപോകാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ.